കുഞ്ഞിക്കാറും കാട്ടുപാതയിലെ കള്ളനും. ടിപ്പൻ എന്ന ടിപ്പർ ലോറിയും ചിങ്കു എന്ന JCBയും നിറഞ്ഞോടാറുള്ള ആ റോഡുകളെല്ലാം അന്ന് ശാന്തമായിരുന്നു. അപ്പോ ഓടി വന്ന കുഞ്ഞിക്കാറ് വഴിയിൽ ഒരിടത്ത് നിർത്തി ആലോചിച്ചു. ടിപ്പനെ പോലെ വലിയ ശരീരമോ ചിങ്കു JCBയെ പോലെ കരുത്തോ തനിക്കില്ലല്ലോ എന്നങ്ങനെ ഓർത്തപ്പോ അവന് വിഷമം വന്നു. ഞാൻ വെറുമൊരു കുഞ്ഞിക്കാർ മാത്രല്ലേ, എനിക്ക് ആരെ സഹായിക്കാൻ പറ്റും? അവൻ എപ്പോഴും ഓർക്കും. ഒരു ദിവസം സന്ധ്യയ്ക്ക് എല്ലാരും വിശ്രമിക്കുമ്പോഴാണ് ആ വാർത്ത വന്നത്. അരുവിക്കര എന്ന ആ നാട്ടിലെ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന സ്വർണ്ണ മെഡലുകളും സമ്മാനപ്പൊതികളും ആരോ മോഷ്ടിച്ചു. ഒരു കറുത്ത വലിയ വാനാണ് അത് കൊണ്ടുപോയതെന്ന് സൈക്കിള് പറഞ്ഞു. കള്ളന്റെ വാൻ പോയത് കാട്ടിലൂടെയുള്ള ഇടുങ്ങിയ പഴയ പാത വഴിയാണ്. ടിപ്പൻ ലോറിക്ക് ആ വഴിയിലൂടെ പോവാൻ കഴിയില്ല, കാരണം റോഡ് വളരെ ചെറുതാണേ. JCBക്ക് ആണെങ്കിൽ വേഗത കുറവാണല്ലോ. അവിടെ എത്തുമ്പോഴേക്കും കള്ളന്മാര് രക്ഷപ്പെടും. ഞാൻ പോകാം. കുഞ്ഞിക്കാറ് ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. അവൻ ചെറുതാണല്ലോ. ആ ഇടുങ്ങിയ വഴിയിലൂടെ വേഗത്തിലോടി കള്ളനെ പിടിക്കാൻ പറ്റുമെന്ന് അവൻ ഉറപ്പായിരുന്നു. കുഞ്ഞിക്കാർ തന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. അവൻ കാട്ടുപാതയിലൂടെ വായു വേഗത്തിൽ പാഞ്ഞു. പാറക്കെട്ടുകൾക്കിടയിലൂടെയും മരങ്ങൾക്കിടയിലൂടെയും അവൻ തെന്നി തെന്നി നീങ്ങി. അതാ ആ ദൂരെ ആ കറുത്ത വാൻ പോകുന്നത് അവൻ കണ്ടു. പെട്ടെന്ന് കള്ളന്റെ വാൻ ഒരു വലിയ ചെളിയില് താഴ്ന്നുപോയി. വാൻ വലുതായതുകൊണ്ട് അതിന് അവിടെ നിന്ന് അനങ്ങാൻ പറ്റിയില്ല. കള്ളന്മാർ പുറത്തിറങ്ങി വാൻ തള്ളാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞിക്കാർ അവിടെ എത്തിയത്. കുഞ്ഞിക്കാർ ഒരു മിടുക്കനാണല്ലോ. വെറുതെ അവിടെ നിൽക്കല്ല കുഞ്ഞിക്കാർ ചെയ്തത് കേട്ടോ. അവൻ തന്റെ ഹൈ ബീം ഹെഡ്ലൈറ്റുകൾ മിന്നിച്ചു. എന്നിട്ട് നിർത്താതെ ഹോണടിച്ചു. കാട്ടിലെ മരങ്ങളിൽ തട്ടി ആ ശബ്ദം വലിയ മുഴക്കമായി മാറി. പോലീസുകാർ വരികയാണെന്ന് പേടിച്ച് കള്ളന്മാർ സമ്മാനപ്പൊതികൾ അവിടെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ വളരെ പതുക്കെ ടിപ്പനും JCBയും വേറെ വേറെ വഴികളിലൂടെ അവിടെ എത്തി. ചെളിയിൽ താഴ്ന്ന വാനിനെ ചിങ്കു JCB വലിച്ചുയർത്തി. മെഡലുകളെല്ലാം ആ വാനിൽ തന്നെ ഭദ്രമായിട്ടുണ്ടായിരുന്നു. തിരികെ വന്നപ്പോ എല്ലാരും കുഞ്ഞിക്കാരനെ അഭിനന്ദിച്ചു. JCB പറഞ്ഞു, ഇപ്പൊ മനസ്സിലായില്ലേ? വലിപ്പത്തിലല്ല കാര്യം കുഞ്ഞിക്കാരെ, നിന്റെ ബുദ്ധിയും ആത്മവിശ്വാസവുമാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. നീ ഒരു മിടുക്കൻ തന്നെ. അന്നു മുതൽ കുഞ്ഞിക്കാരനൊരു പുതിയ പേരുകൂടി കിട്ടി, അരുവിക്കരയിലെ മിന്നൽ വീരൻ. ഇപ്പോ കുഞ്ഞിക്കാരന് വലിയ സന്തോഷാണേ. കുഞ്ഞിക്കാർ ആത്മവിശ്വാസത്തോടെ ആ നാട്ടിലൂടെ കുറേ കാലം ഓടി. കഥ ഇഷ്ടായോ? നമ്മുടെ ടിപ്പൻ എന്ന ടിപ്പർ ലോറിയുടെയും ചിങ്കു എന്ന JCBയുടെയും കഥ കേൾക്കണ്ടേ? മനോരമ ഓൺലൈൻ MKID ഉണ്ട് കേട്ടോ. കണ്ടു നോക്കണേ.